ഇന്ന് ലുലു ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ മുന്നേറ്റത്തിന് ഒരു സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലുലു ഡെയിലി എന്ന കൺസെപ്റ്റ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെയിലി നീഡ്സിന് ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും ഫാസ്റ്റായി ഏറ്റവും വേഗത്തിൽ വരികയും പർച്ചേസ് ചെയ്ത് പോവുകയും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഔട്ട്ലെറ്റാണ് നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കോഴിക്കോട് ഫോക്കസ് മാളിൽ പുതിയ ലുലു ഡെയിലി പ്രവർത്തനം ആരംഭിച്ചു. 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന ലുലു ഡെയിലി കേരളത്തിലെ ലുലുവിന്റെ 10ാമത്തെയും ഇന്ത്യയിലെ 19ാമത്തെയും കോഴിക്കോട് നഗരത്തിലെ 2ാമത്തെയും സ്റ്റോറാണ്. ലുലു ശൃംഖല കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ഡെയിലി പ്രവർത്തനം കുറിച്ചത്. കോഴിക്കോട് മങ്കാവിലെ നിലവിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിന് ലഭിച്ച മികച്ച ഉപഭോക്തൃ സ്വീകാര്യതയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് നഗരത്തിൽ ലുലുവിന്റെ പ്രവർത്തന വിപുലീകരണം. പുതിയ ലുലു ഡെയിലിയിൽ ഏകദേശം 200-ലധികം പേർക്ക് തൊഴിലവസരവും ഒരുങ്ങുന്നുണ്ട്. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O സദാശിവൻ ലുലു ഡെയിലിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദൈനംദിന ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിലെത്തിക്കുന്ന ലുലു ഡെയിലി എന്ന പദ്ധതിക്ക് എല്ലാ ആശംസകളും അദ്ദേഹം നേർന്നു. ഇനി എന്തിനാണ് സാധാരണ വീട്ടുകാർ വിഷമിക്കേണ്ട കാര്യമുള്ളത്? ഭക്ഷ്യസാധനങ്ങളാവട്ടെ, മറ്റു ഉൽപ്പന്നങ്ങളാവട്ടെ, ഏറ്റവും പ്രധാനമായി വരുന്നത് ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യണം. 80% കാര്യങ്ങൾ നിർവഹിച്ച് പച്ചക്കറി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കും. ഇനി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്താൽ മതി. ആ വിധത്തിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മാംസം, ഏറ്റവും ഫ്രഷായ സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങാൻ കഴിയുന്ന നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം കൂടി നമ്മുടെ നഗരത്തിന് സമ്മാനിക്കപ്പെട്ടു എന്നുള്ളതാണ് ലുലു ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഈ നഗരത്തിന് നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിൽ തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഇന്ന് മാറി വരുന്ന കാലത്തെ ജനങ്ങളുടെ ആവശ്യകതകളെ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് തീർച്ചയായും ഈ സംവിധാനം ഏറ്റവും നന്നായി ഉപകരിക്കും. ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ നിരവധിയായ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഒട്ടേറെ പേർക്ക് ജോലി ലഭ്യമാക്കാനുള്ള അവസരം കൂടിയാണ് മൂലം വന്നിരിക്കുന്നത്. എക്കാലത്തും ഇങ്ങനെയുള്ള സംരംഭകർക്കും വ്യവസായികൾക്കും എല്ലാം ആതിഥ്യമരുളി എല്ലാ സഹായവും നിർലോഭമായി ചെയ്യുന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങളും പിന്തുണയും ഈ ഒരു സംരംഭത്തിന് മറ്റേതൊരു സംരംഭത്തിനും തീർച്ചയായും ഭാവിയിലും ഉണ്ടാവും. നല്ലതുപോലെ ഈ പട്ടണത്തിൻ്റെ അകത്ത് വളർന്ന് വികസിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം മികച്ച ഗുണനിലവാരമുള്ള ഫ്രഷ് ഫുഡും ഗ്രോസറി ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ലുലുവിന്റെ ലക്ഷ്യമെന്ന് MA അഷ്റഫ് അലി വ്യക്തമാക്കി. ഇന്ന് ലുലു ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ മുന്നേറ്റത്തിന് ഒരു സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലുലു ഡെയിലി എന്ന കൺസെപ്റ്റ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു വീടിന് ആവശ്യമായ ഡെയിലി നീഡ്സിന് ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും ഫാസ്റ്റായി ഏറ്റവും വേഗത്തിൽ വരികയും പർച്ചേസ് ചെയ്ത് പോവുകയും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഔട്ട്ലെറ്റാണ് നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റാണ്. ഇതുകൂടാതെ തന്നെ ഞങ്ങളുടെ എക്സിസ്റ്റിംഗിൽ കോഴിക്കോട് ഇത് 2ാമത്തെ സ്റ്റോറാണ്. ഇതിനകം തന്നെ ലുലു മോൾ കോഴിക്കോടിൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ് വളരെ വിജയകരമായി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തോടെ ലുലു ഗ്രൂപ്പിന് കേരളത്തിൽ ആകെ 10 സ്റ്റോറുകളും ഇത് ഇന്ത്യയിലെ 19ാമത്തെ സ്റ്റോറുമാണ്. കോഴിക്കോടത്തെ 2ാമത്തെ സ്റ്റോറാണ്. ഈ പുതിയ സ്റ്റോറിൽ നേരിട്ട് ഏകദേശം 200-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഗുണകരമാവുകയും തദ്ദേശീയ കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. മലബാർ മേഖലയിൽ 10-ലധികം പുതിയ പ്രോജക്റ്റുകൾ ലുലു പദ്ധതിയിട്ടിട്ടുണ്ടെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും MA അഷ്റഫ് അലി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ മാത്രം 10-ലധികം പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതുകൂടി വന്നാൽ വളരെ സജീവമായി ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളിത് ഈ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ MA യൂസഫലി എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമറിലോട്ട് മുന്നോട്ട് പോകുക എന്നതാണ്. കസ്റ്റമറിലേക്ക് കൂടുതൽ ഡീപ്പായി ഇറങ്ങിച്ചെല്ലുക എന്നാൽ കസ്റ്റമർ ഇങ്ങോട്ട് വരുന്നതിന് പകരം നമ്മൾ കസ്റ്റമറിലോട്ട് പോകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ഒരു വിഷൻ. കോഴിക്കോട് എപ്പോഴും
സംരംഭത്തിനും വാണിജ്യ പദ്ധതികൾക്കും ഊർജ്ജസ്വലമായ പിന്തുണ നൽകുന്ന ഒരു നഗരമാണ്. ഇവിടെ നിന്ന് ലഭിച്ച പ്രോത്സാഹനവും വിശ്വാസവും ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ഞങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ബഹുമാന്യനായ മേയർ, അദ്ദേഹം വളരെ ഒരു തിരക്കിട്ട ഒരു ദിവസമായിരുന്നു അദ്ദേഹത്തിന്. കാരണം ഞങ്ങൾ വളരെ അടുത്താണ് അദ്ദേഹത്തെ ഇതിനുവേണ്ടി ഇനാഗുറേഷന് വേണ്ടി ക്ഷണിച്ചത്. ഇന്ന് ഒരുപാട് മിനിസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതിന്, എന്നാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അതോടൊപ്പം ശ്രീ സീജ സി നായർക്കും ഇവിടുത്തെ കൗൺസിലർ, അവർ ഞങ്ങളെ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഈ ഫോക്കസ് മോളിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ സലാം, അദ്ദേഹമാണ് ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ഞങ്ങളെ ഈ പ്രൊജക്റ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഫോക്കസ് മാളിലെ പുതിയ ലുലു ഡെയിലി പ്രാദേശിക സാമ്പത്തിക മേഖലയ്ക്ക് കരുത്ത് പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ശുചിത്വ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ലുലു ഡെയിലിയുടെ പ്രവർത്തനം. ഫാമുകളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ഗുണനിലവാരമുള്ള പഴങ്ങളും പച്ചക്കറികളും മത്സ്യ മാംസ്യ ഉൽപ്പന്നങ്ങൾ, ബേക്കറി വിഭവങ്ങൾ കൂടാതെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സമഗ്രമായ ഗ്രോസറി ശ്രേണിയും ഇവിടെ ലഭ്യമാകും. ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, റെഡി ടു ഈറ്റ് ഭക്ഷണ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒരു കുടക്കീഴിൽ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അണിനിരത്തിയാണ് ലുലു ഡെയിലിയുടെ പ്രവർത്തനം. ലുലു ഡെയിലിയിൽ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ടീ സ്റ്റാളും സജ്ജമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ കോഴിക്കോട് മാവൂർ റോഡ് വാർഡ് കൗൺസിലർ ശ്രീജ സി നായർ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും സിഇഒയുമായ MA നിഷാദ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും COOയുമായ ഫഹാസ് അഷറഫ്, ലുലു കോഴിക്കോട് ഡയറക്ടർ പക്കർകോയ, ലുലു റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ഷെരീഫ് മാട്ടിൽ, റീജിയണൽ മാനേജർ ഷെരീഫ് സെയ്ദു, ഫോക്കസ് മാൾ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു.